മഹാബാലഗോപവിധിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശൈത്യ ഐക്യരൂപിണി ലളിതാംബിക. അമ്മേ, ദേ ഇത് കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സും സാരിയും അച്ഛൻ കൊണ്ടുവന്നതാ. ആഹാ, ജപിക്കുമ്പോ കാറ് വരുന്ന ശബ്ദം പോലും ഞാൻ കേൾക്കാറില്ല. വന്നത് എന്റെ അച്ഛനല്ല, പ്രസാദിന്റെ അച്ഛനാ. പാവം, ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ അച്ഛൻ എത്രമാത്രം ബുദ്ധിമുട്ടിക്കാണോന്ന് എനിക്കറിയാം. ആഹാ, നല്ല സാരി. ഈ കളർ മൂക്ക് നന്നായി ചേരും. പലഹാരം കൊണ്ടുപോയി അടുക്കള വയ്ക്ക്. എന്നിട്ട് നീ ചെന്ന് അനിരുദ്ധനോട് സംസാരിക്കേ. അനിരുദ്ധൻ ഇരിക്കേ. എന്തിനാ എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നത്? നമ്മള് ബന്ധുക്കളല്ലേ? അതെ, ഒരു തരത്തിൽ പറഞ്ഞാ തുല്യ ദുഃഖിതർ. എന്തിനാ ദുഃഖിക്കുന്നത്? ദുഃഖിച്ചതുകൊണ്ട് എന്താ ഫലം? ഞാൻ ദിവസവും 2 മണിക്കൂർ നേരം ഇവിടെ ഇരുന്ന് കരഞ്ഞ പിണങ്ങിപ്പോയ എൻ്റെ മരുമകൾ തിരിച്ചു വരുമോ? ദുഃഖം തോന്നുമ്പോൾ നമ്മൾ മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് തിരിച്ചു വിടണം. ഇവൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നും ക്ഷേത്ര ദർശനം പോലും കുറച്ച് ഞാൻ ഇവളുടെ കാര്യങ്ങൾ നോക്കുമെന്നും ഞാനോ ഇവളെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ. എനിക്ക് സുനിലിൻ്റെ അമ്മയെ കാണുമ്പോഴൊക്കെ ഒരു സന്യാസിയുടെ മുന്നിലെത്തിയ പോലെ തോന്നും. ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ലേ. എന്തിനാ അധികം പഠിക്കുന്നത്? 33 വർഷം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. ആ പരിചയം വെച്ച് പറയട്ടെ, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന അറിവിനേക്കാൾ വളരെ വലുതാണ് അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവേകം. മകന്റെ എതിർപ്പിനെ വകവെക്കാതെ മകന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരവും വാങ്ങി അനിരുദ്ധൻ ഇവിടെ വന്നില്ലേ? നമ്മുടെ സമൂഹത്തിലെ പല ഉന്നതന്മാരിലും ഞാൻ കണ്ടിട്ടില്ലാത്ത വിവേകമാണ് ഞാനിന്ന് അനിരുദ്ധനിൽ കണ്ടത്. ആ, എന്താ അനിരുദ്ധന് ഇഷ്ടം? ചായയോ കാപ്പിയോ? ചായയാണ് ഇഷ്ടം. കാപ്പി ആയാലും വിരോധമില്ല. വാ മോളെ, ഇരിക്കട്ടപ്പാ. പത്തല്ലേ? അമ്മേ, അതെ, ചായ 2 വേണം. എന്റെ ഫാദറിനോയും വന്നിട്ടുണ്ട്. അല്ല സുനിലേ, നിങ്ങൾ അത്യാവശ്യമായിട്ട് വല്ല കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് നാളെ വരാം. ഏയ് അച്ഛാ, അച്ഛ ഇരിക്കേ. അമ്മ അച്ഛന് ചായ അടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇരിക്കണം. രവീന്ദ്ര, നമ്മൾ 2 പേരിൽ ഒരാൾ പോയേ തീരുമെന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് ഞാനാ. കാരണം ഞാനാണ് ആദ്യം വന്നത്. രവീന്ദ്ര, എൻ്റെ മോന് അവൻ്റെ ഭാര്യയെ സംശയം, തൻ്റെ മോക്ക് അവളുടെ ഭർത്താവ് സുനിലിനെ സംശയം. എന്ത് ചെയ്യാം? എന്നിട്ട് നമ്മൾ 2 പേരും ഇവിടെ വച്ച് കണ്ടു. ഇതാണ് രവീന്ദ്ര ജീവിതം. പ്രായമായി ഇപ്പോഴാണ്ടോ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. എനിക്ക് രവീന്ദ്രനെയോ രവീന്ദ്രൻ എന്നെയോ സംശയമുള്ളതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്കൊരു സംശയവുമില്ല. പണ്ടെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പം അത് മാഞ്ഞു. എങ്കിൽ ധൈര്യമായിട്ട് അവിടെ ഇരിക്കും. എടുക്കണോ അച്ഛാ? ചിറ്റപ്പ, മോക്കിത് 7ാം മാസം അല്ലേ? അതെ. ദിവസങ്ങൾ വേഗം അങ്ങോട്ട് പോട്ടെ. എനിക്ക് അപ്പൂപ്പാന്നുള്ള വിളിയേക്കാൻ കൊതിയായി. നിങ്ങൾ അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ സംസാരിക്കും. ഞാൻ ഇറങ്ങുന്നു.
ആ പോയിട്ട് വരാം മോളെ. ഒളിച്ചും പതുങ്ങിയൊന്നും അല്ല അച്ഛൻ വന്നത്. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ദിവസം തന്നെ അമ്മയോടും മോനോട് ഞാൻ പറഞ്ഞു, പ്രഭ എവിടെയാണെങ്കിലും ഞാൻ പോയി കാണുമെന്ന്. അവൾ പ്രസവിക്കുന്ന കുട്ടി എന്നെ അപ്പൂപ്പാന്ന് വിളിക്കുകയും ചെയ്യുമെന്ന്. ആ ശരി, പോയിട്ട് വരാം. അനിരുദ്ധ, ഓ നിക്കേ, ഞാനും വരുന്നു. ആ നമ്മുടെ മക്കളെന്താ അനിരുദ്ധ ഇങ്ങനെയായി പോയത്? അവരുടെ അമ്മമാർ, അതായത് നമ്മുടെ ഭാര്യമാർ ശരിയല്ലാത്തത് കൊണ്ട്. നമ്മുടെ ഭാര്യമാരെന്താ ഇങ്ങനെ താന്തോന്നികളായി പോയത്? അത് ഒരു പക്ഷേ നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും. അത് കൊള്ളാം. രവീന്ദ്രന് പെൻഷൻ കിട്ടുന്നുണ്ട്. ഒരാവശ്യത്തിന് 10 രൂപ വേണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ഥിതി അങ്ങനാണോ? കച്ചവടം പൊളിഞ്ഞതോടെ ഞാൻ പാപ്പരായി. എൻ്റെ ഭാര്യ പെട്ടെന്ന് പണക്കാരിയുമായി. അമ്മയും മോനും ഒരു കക്ഷി, ഞാൻ പുറംപോക്ക്. എനിക്കൊരാവശ്യം വന്നാൽ ഭാര്യയോടോ മോനോടോ ചോദിക്കണം. അമ്പലങ്ങളുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ഭിക്ഷക്കാർക്ക് നമ്മൾ നാണയങ്ങൾ എറിഞ്ഞു കൊടുക്കാറില്ലേ? അതേ സ്റ്റൈലിൽ അമ്മയും മോനും ഞാൻ ചോദിക്കുന്നതിൻ്റെ നേർ പകുതി എറിഞ്ഞു തരും. 100 ചോദിച്ചാൽ 50, 50 ചോദിച്ചാൽ 25. നമ്മുടെ നാട്ടിൽ പല വീടുകളിലും നടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യ മക്കളുടെ പക്ഷം ചേരും, തന്തപ്പടി പുറത്താവും. ചില വീടുകളിൽ പെമ്മക്കളിൽ ഒരാൾ ചിലപ്പോൾ അച്ഛൻ്റെ പക്ഷത്ത് നിന്നേക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സരോജം അനിരുദ്ധനെ തല്ലാൻ വടിയാക്കിയിരിക്കുന്നത് മകനെ തന്നെയാണ്. അച്ഛന് നോവും, പക്ഷെ ചിലപ്പോൾ വടി ഒടിഞ്ഞു പോകാനും മതി. പണത്തിൻ്റെയും പദവിയുടെയും പേരിൽ അഹങ്കരിക്കുന്ന എല്ലാ അമ്മമാർക്കും അവസാനം കരയേണ്ടി വരും, നമ്മുടെ ഭാര്യമാർക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെറുപ്പക്കാരാണ് ഭാവിയെപ്പറ്റി ചിന്തിച്ച് വ്യാപലാതിപ്പെട്ടിരുന്നത്. ഇപ്പോൾ മധ്യവയസ്സ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരാണ് ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത്. എന്താ കാര്യം? അവർക്ക് ഭാവിയൊന്നൊന്നില്ല. ഇനിയുള്ള കാലത്ത് വയസ്സായ തന്തയ്ക്കും തള്ളയ്ക്ക് ശരണാലയം തന്നെ ഗതി. മക്കൾ അവരെ തിരിഞ്ഞു നോക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പ്. ഞാൻ പണ്ട് കണ്ട ഒരു തമിഴ് പടത്തിലെ പാട്ട് ഓർമ്മ വരുന്നു. ഉം. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ. അർത്ഥം മനസ്സിലായോ? ഇല്ല. പന്തിയിൽ സ്ഥാനം കിട്ടുന്നത് പണത്തിന്, ഗുണത്തിൻ്റെ സ്ഥാനം കുപ്പയിൽ. ഉം. അതായത് വേസ്റ്റ് ഇടുന്ന സ്ഥലം. പണവും ഗുണവും ഒരുമിച്ച് ഒരിടത്തിരിക്കുക എന്നുള്ളത് അസാധ്യമാണെന്നർത്ഥം. ഉം. അനിരുദ്ധൻ്റെ ഭാര്യ സരോജം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇല്ലേ? എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലില്ല. ലളിത ചേച്ചി എവിടെ പോയി? അവളെവിടെയുണ്ടെന്ന് അവൾക്ക് മാത്രം അറിയാം. അല്ല, ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾക്കായി എന്നും യാത്രയിലാണ്. ആ, അത് നല്ല കാര്യമല്ലേ. റബ്ബർ എന്ന് വെച്ചാൽ പണം. പണം വന്നാൽ ആളുകൾ ബഹുമാനിക്കും, പദവി ഉയരും. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ. പണം പന്തിയിലെ ഗുണം കുപ്പയിലെ. രൂപയുടെ കുറവുണ്ടല്ലോ. അതെ, കൃത്യം 2500 രൂപ കാണാനുണ്ട്.
എന്റെ ബാഗിൽ നിന്ന് രൂപ എടുത്തോ? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ബാഗിൽ നിന്ന് രൂപ എടുത്തോന്ന്. എടുത്തു. എത്ര രൂപ എടുത്തു? നിന്റെ കണക്കൊട്ടും തെറ്റിയിട്ടില്ല, കീറുകൃത്യം. എന്നുവെച്ചാ? ഞാൻ 2500 രൂപ എടുത്തു. ആഹാ, വന്ന് വന്ന് മോഷണം തുടങ്ങിയോ? ചോദിക്കുമ്പോഴൊക്കെ ഞാനും എന്റെ ചെറുക്കനും പണം തരാറില്ലേ? പിന്നെ എന്തിനു മോഷ്ടിച്ചു? ചോദിച്ചാൽ നിങ്ങൾ എത്ര തരും? 50 അല്ലെങ്കിൽ 100. എന്റെ ബാഗിൽ നിന്ന് എന്നോട് പറയാതെ പണം എടുക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിന്റെ ബാഗിൽ നിന്ന് രൂപ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം നീ എൻ്റെ ഭാര്യയാണ്. അല്ലാതെ അടുത്ത വീട്ടിലെ എബ്രഹാമിന്റെ ഭാര്യ ലില്ലുക്കുട്ടിയുടെ ബാഗിൽ നിന്ന് എനിക്ക് പൈസ എടുക്കാൻ പറ്റുമോ? ആ 2500 രൂപ നിങ്ങൾ എവിടെ കൊണ്ടുപോയി തൊലച്ചു? അതെങ്കിലും പറ. വല്ല പെണ്ണുങ്ങൾക്കും കൊണ്ടുപോയി കൊടുത്തോ? സത്യം പറ, എനിക്കിപ്പോ അത് അറിയണം. പല പെണ്ണുങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തില്ല. പക്ഷേ പെണ്ണായി പിറന്നൊരു കൊച്ചിന് എന്നാ കൊടുത്തത്. കൊച്ചോ? ഏത് കൊച്ചാ? എൻ്റെ മരുമകള്, എൻ്റെ മോൻ്റെ ഭാര്യ പ്രഭ. പണമായിട്ടല്ല കൊടുത്തത്, സാരിയായും പഴങ്ങളായും പലഹാരങ്ങളായും. 2500 രൂപയുടെ ആവശ്യം തൽക്കാലം അവക്കില്ല. അവക്ക് ഒന്നാന്തരം ഒരു ജോലിയുണ്ട്, മാസം 10-20,000 രൂപ ശമ്പളവും ഉണ്ട്. എന്റെ ബാഗിൽ നിന്ന് പണം എടുത്ത് ആ നന്ദി കെട്ടവൾക്ക് സാരി വാങ്ങിച്ചു കൊടുത്തുന്നോ? നന്ദിയേട് കാണിച്ചത് പ്രഭയല്ല, നീ നിന്റെ മോനോ. ഈ സ്വത്ത് കൈ വരുന്നതിന് മുമ്പ് അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടാ 2 കൊല്ലം നമ്മുടെ വീട്ടിൽ അരി വാങ്ങിച്ചത്. അവളുടെ തന്ത രാജഗോപാലിന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച കാറില നീ നിന്റെ മോനും ആദ്യം കയറിയത്. ഇപ്പോഴതൊക്കെ നീ മറന്നു, ഞാനൊന്നും മറന്നിട്ടില്ല. ഇറങ്ങ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ദാഹിച്ച പച്ച വെള്ളം ഈ വീട്ടിൽ നിന്ന് തരികയില്ല. നിങ്ങൾ എന്റെ ഭർത്താവല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. ഇറങ്ങ്. അത് നീ പറഞ്ഞാ പോരാ, കുടുംബ കോടതി പറയണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇറങ്ങാൻ. ഇറങ്ങ്, ഇറങ്ങ്. വാ, പോ, പോ, ഇറങ്ങി. ആ, പോ. ആ, ഗേറ്റ് അടയ്ക്കും. താമ്പക്ക്. അച്ഛാ, അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ വരാന്തേ വന്ന് കിടക്കുന്നേ? അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ല, പക്ഷേ നിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കട്ടിൽ കിടന്ന് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് ഇവിടെ ഇട്ട് വാതിലടച്ചത് അവളാ. അമ്മേ, അമ്മേ, വാതിൽ തുറക്ക്. ഇങ്ങോട്ട് വന്നേ. എന്തുവാ ഇത്? എന്റെ പൊന്നു മോനെ, ഈ അശ്രീകരം പിടിച്ച മനുഷ്യൻ നിന്റെ മാനം കെടുത്തി. എന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് 2500 രൂപ മോഷ്ടിച്ച് അതുകൊണ്ട് സാരിയും പലഹാരങ്ങളും വാങ്ങി പ്രഭയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അമ്മ പറയുന്ന പോലെ നടന്നോ? അച്ഛൻ സുനിലിന്റെ വീട്ടിൽ പോയി പ്രഭയെ കണ്ടോ? കണ്ടു. ആ,
ആരുടെ വീട്ടിൽ താമസിച്ചാലും പ്രഭ എൻ്റെ മരുമകളാണ്. അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കൊച്ച. ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് മൈസൂർ പാക്കും ജിലേബിയും വാങ്ങിക്കൊടുത്തു. സാമാന്യം നല്ലൊരു സാരി വാങ്ങിക്കൊടുത്തു. എങ്കിൽ 50 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വാങ്ങുന്ന പുതിയ വീട്ടിൽ കാല് കുത്താൻ പോലും അച്ഛനെ ഞാൻ അനുവദിക്കില്ല. എങ്കിൽ എൻ്റെ പൊന്നും ഒരു കാര്യം ചെയ്യും, അച്ഛന്നുള്ള വിളി അങ്ങ് നിർത്ത്. വാമ. ഇനി ആ മനുഷ്യനുമായി നമുക്കൊരു ബന്ധവും വേണ്ട. അച്ഛനായാലും ഭർത്താവായാലും ശത്രുപക്ഷത്ത് നിന്ന് തള്ളിക്കളയണം. വാ മക്കളെ വാ. അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം.